പൈതൃക ജില്ല പാലക്കാട് സാന്ദീപനി സാധനാലയം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചുള്ള രണ്ടാം ദിനമായ ഇന്ന് ആധ്യാത്മികതയുടെ നിറസാന്നിധ്യമായ പ്രൊഫസർ സരിത അയ്യർ നയിക്കുന്ന സത്സംഗത്തോടുകൂടി ഈ സാംസ്കാരിക വേദി സജ്ജമാവുകയാണ്. അതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരും അതാത് സീറ്റുകളിൽ ഉപവിഷ്ടരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഔപചാരികമായ കാര്യപരിപാടികളിലേക്ക് കടക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥന ആലപിക്കുന്നതിനായി സാധനാ മാതൃസമിതി അംഗമായ ശ്രീമതി സരസ്വതി ചേച്ചിയെ ക്ഷണിക്കുന്നു. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. വിജ്ഞാനമേകം നിറകതിർത്തുകാൻ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. വിജ്ഞാനമേകം നിറകതിർത്തുകാൻ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. ഇന്നത്തെ ഈ സത്സംഗ സന്ധ്യയെ ധന്യമാക്കാനായി ഇവിടെ എത്തിച്ചേർന്ന ആധ്യാത്മിക സാന്നിധ്യമായ പ്രൊഫസർ സരിത അയ്യരെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് സ്വാഗത ഭാഷണത്തിലൂടെ സാധനാ മാതൃസമിതി അംഗമായ ശ്രീമതി സുജാത ടീച്ചറാണ്. സുജാത ടീച്ചറെ ക്ഷണിക്കുന്നു. വേദിയിലെ സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പ്രതിഷ്ഠാദിന സാംസ്കാരിക സദസ്സിൻ്റെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന സരിത അയ്യരെ എനിക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാവരും വന്നിരിക്കുന്നത് അവരെ കാണാനാണ്, അവരുടെ പ്രഭാഷണം കേൾക്കാനാണ്. നിങ്ങളെമാതിരി തന്നെ വളരെയേറെ എനിക്ക് അവരുടെ പ്രഭാഷണങ്ങൾ ഇഷ്ടമാണ്, എന്നും കേൾക്കാറുമുണ്ട്. എങ്കിലും ഒരു നിമിത്തമായിരിക്കാം, അവരോടുള്ള കൂടുതൽ ഇഷ്ടം കൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയൊരു വേദി കിട്ടിയിട്ടുണ്ടാവുക. യാതൊരു സംശയമില്ല, അതിൽ ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു ആദ്യമേ തന്നെ. സരിത അയ്യർ ഏറ്റുമാനൂരപ്പൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ആണ്. അവരെ പ്രത്യേകം ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. നമ്മുടെ എല്ലാം പ്രിയങ്കരിയാണ്. അവരുടെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ലല്ലോ. സരിത അയ്യരുടെ വളരെ ലളിതമായ പ്രഭാഷണങ്ങൾ നമ്മളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ജ്ഞാനം വർദ്ധിപ്പിക്കാൻ ഉതകുന്നതാണ്. അറിവ്, ആധ്യാത്മികത, അനുഭവം എന്നിവ കൂട്ടിച്ചേർത്ത് തത്വവിചാരം ചെയ്തുകൊണ്ടാണ് അവരുടെ ഓരോ പ്രഭാഷണങ്ങളും ചെയ്യാറുള്ളത്. സനാതനധർമ്മത്തിൻ്റെ പ്രാധാന്യം വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിനായി ഇന്ത്യയിലുടനീളം പ്രഭാഷണങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായി ആദിശങ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ പുരസ്കാരം, രാമായണശ്രീ പുരസ്കാരം, രാമായണ ശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ അവർ നേടിയിട്ടുണ്ട്. കൂടാതെ മാഡം ഒരു എഴുത്തുകാരി, ധാരാളം ആധ്യാത്മിക യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, വിവിധ സ്ഥാപനങ്ങളിൽ മൂല്യാധിഷ്ഠിത പരിപാടികൾ നടത്തുന്ന ആൾ, അങ്ങനെ അതുല്യ പ്രതിഭയാണവർ. അപ്പോൾ അവരെ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി നമുക്ക് ഇവിടെ എല്ലാ പരിപാടികളിലും എത്തുന്ന മീനാംബിക ഉണ്ണി അവർകളാണ്. ധാരാളം കാര്യങ്ങൾ ഇവിടെ നാട്ടിലും പുറത്തുമൊക്കെ ചെയ്യുന്നുണ്ട്, പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ചിത്രാങ്കന ടീച്ചർ ഇവിടെ തന്നെയുള്ള ആനിക്കോടുകാരി തന്നെയാണ്. ധാരാളം സൽപ്രവർത്തികൾ നടത്തുന്നു. പ്രത്യേകം ഇവിടെ ഈ അമ്പലത്തിലും ചുറ്റുഭാഗത്തുമുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കുന്ന വ്യക്തി കൂടിയാണവർ. അവരെയും സുസ്വാഗതം. സരസ്വതിയെ പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടല്ല. നമ്മുടെ വളരെ ശോച്യാവസ്ഥയിൽ നിന്നും ഈ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിനെ ലോകമെമ്പാടും എത്തിച്ച് എല്ലാവരിലേക്ക് എത്തിച്ച് ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്ന നമ്മുടെ സാരഥി കൂടിയായ ഡോക്ടർ ശ്യാംപ്രസാദ് അവർകളെയും സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഓരോരുത്തരെയും വളരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സനാതന ധർമ്മത്തിൻ്റെ സാരഥിയായ ശ്രീമതി സരിത അയ്യർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാന്ദീപനി സാധനാലയത്തിൻ്റെ അനുയാത്രിക കൂടിയായ ചേച്ചിയെ ദീപപ്രജ്വാലനം ചെയ്ത് ഈ സാംസ്കാരിക സന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. ദീപജ്യോതി പരം ജ്യോതി ദീപജ്യോതിർജനാർദ്ദന ദീപോ ഹരതു മേ പാപം ദീപജ്യോതിർനമോസ്തുതേ ശുഭം കരോതു കല്യാണം ആരോഗ്യം സുഖസമ്പദ ദ്വേഷബുദ്ധിവിനാശായ ആത്മജ്യോതിർനമോസ്തുതേ ആത്മജ്യോതിപ്രദീപ്തായ ബ്രഹ്മജ്യോതിർനമോസ്തുതേ ബ്രഹ്മജ്യോതിപ്രദീപ്തായ ഗുരുർജ്യോതിർനമോസ്തുതേ. സാന്ദീപനി സാധനാലയത്തിൻ്റെ അനുയാത്രിക കൂടിയായ പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷക സരിത ചേച്ചിയുടെ ഒരു സത്സംഗത്തിനായി സജ്ജമായിരിക്കുകയാണ് വേദി. വളരെ സ്നേഹത്തോടുകൂടി ചേച്ചിയെ അനുഗ്രഹ ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇന്ന് നമുക്ക് ഈ വേദിയിൽ ഒരു സംരംഭകരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം കൂടിയുണ്ട്. ഭൂമി എന്ന് പറയുന്ന ഓർഗാനിക് ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കി എല്ലാവർക്കും ആരോഗ്യത്തിൻ്റെ ഒരു അനുഭൂതി പ്രദാനം ചെയ്യുന്ന ധന്യ, മേഘ എന്നിവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീമതി സരിത ചേച്ചിയെ കൂടെ ഈ കാര്യം അറിയിച്ചുകൊണ്ട് നമ്മളിൽ എല്ലാവരിലേക്കും ഈ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുവാൻ വേണ്ടി അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ശ്രീമതി മേഘയെ ക്ഷണിക്കുന്നു. തികച്ചും ആരോഗ്യപ്രദമായ ഉൽപ്പന്നങ്ങളാണ് അവർ നമുക്ക് വിതരണം ചെയ്യുന്നത്. അവരുടെ ഒരു ഉൽപ്പന്നം നമ്മുടെ ആധ്യാത്മിക സാന്നിധ്യമായ സരിത ചേച്ചിക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഇന്നവർ അതിനെക്കുറിച്ച് ചേച്ചിയുടെ ഒരു ആശംസയും അതിനോടൊപ്പം ചേർത്ത് വെച്ചാൽ തീർച്ചയായും ഇന്നത്തെ ആരോഗ്യകരമായ ഈ ഒരു സിസ്റ്റം നമ്മളിലേക്ക് എല്ലാവരിലേക്കും എത്തും. അതിനുവേണ്ടി മേഘയെ ക്ഷണിക്കുന്നു. അവരുടെ ഉൽപ്പന്നം സ്വീകരിക്കുവാൻ വേണ്ടി സരിത ചേച്ചിയെ സാദരം ക്ഷണിക്കുകയാണ്. ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. ഭൂമി എന്ന് പറയുന്ന ഓർഗാനിക് പ്രോഡക്ട്സിനെ പറ്റി വിശദീകരിക്കാനും ചേച്ചിക്ക് അവരുടെ ഒരു ഉൽപ്പന്നം സമ്മാനിക്കുവാനും അവർ ആഗ്രഹിക്കുകയാണ്. ചേച്ചിക്ക് നൽകിക്കൊണ്ട് ഈ വേദിയെ ധന്യമാക്കാം. നല്ലൊരു കൈയോടുകൂടി നമുക്ക് അവരുടെ
ഉൽപ്പന്നത്തെ സ്വീകരിക്കാം. ഭൂമി എന്ന ബ്രാൻഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ഞാനൊരു റിസർച്ച് സ്കോളറാണ് കേട്ടോ. ഭൂമിയുടെ ആശയം വളരെ ലളിതമാണ്. സത്യസന്ധമായ ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയ്ക്കും സത്യസന്ധതയ്ക്കും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആശയത്തിൻ്റെ പുറത്താണ് നമ്മൾ ഭൂമി ആരംഭിക്കുന്നത്. അതൊരു കൺസ്യൂമർ മഞ്ഞൾപ്പൊടിയാണ് അന്വേഷിച്ച് പോകുന്നതെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാതെ അഡൾട്രേഷൻ ഇല്ലാത്ത മഞ്ഞൾപ്പൊടി കിട്ടാനുള്ള എല്ലാ അവകാശവും ആ കൺസ്യൂമറിനുണ്ട്. എന്നാൽ നമുക്ക് കിട്ടുന്നതും നമ്മൾ ചോദിക്കുന്നതുമായിട്ടുള്ള പ്രോഡക്റ്റ് തമ്മിൽ വലിയൊരു അന്തരമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂമി ആരംഭിക്കുന്നത്. നത്തിങ് ആഡഡ്, നത്തിങ് കോംപ്രമൈസ്ഡ് എന്നുള്ളതാണ് നമ്മുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഭൂമി ഫ്രം എർത്ത് ടു ദി എസൻസ് ആണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം. സോ നിങ്ങളെല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. സാന്ദീപനിയുടെ ഒരു ആദരവോടുകൂടി സരിത ചേച്ചിയുടെ പ്രഭാഷണത്തിലേക്ക് നാം കടക്കുകയാണ്. സാന്ദീപനി സാധനാലയത്തിൻ്റെ അനുയാത്രിക എന്ന ചേച്ചിയെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ. അതിന് വലിയൊരു കാരണം ഞങ്ങളെ ബന്ധിപ്പിച്ചത് സാക്ഷാൽ ആദിശങ്കരാചാര്യരുടെ അനുഗ്രഹം തന്നെയാണെന്ന് പറയാം. ആദിശങ്കരൻ്റെ വിഗ്രഹം എല്ലാ ഗൃഹങ്ങളിലേക്കും എത്തിക്കുന്ന സാന്ദീപനിയുടെ ഗൃഹേ ഗൃഹേ ആചാര്യ ദർശനം എന്ന് പറയുന്ന പദ്ധതിയുടെ ഒരു സാരഥി കൂടിയായി നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സരിത ചേച്ചി. അപ്പോൾ സരിത ചേച്ചിക്ക് ശങ്കര ദർശന സാരഥി എന്ന് പറയുന്ന ഒരു സമാദരവ് സാന്ദീപനി സമർപ്പിക്കുകയാണ്. നൽകുന്നത് ഹരീഷ് മഠത്തിൽ സാന്ദീപനി സാധനാലയത്തിൻ്റെ ആചാര്യനായ ഹരീഷ് മഠത്തിൽ ചേച്ചിക്ക് ശങ്കര ദർശന സാരഥി എന്ന് പറയുന്ന ഒരു സമാദരവ് സമർപ്പിക്കുന്നു. നല്ലൊരു കയ്യടിയോടുകൂടി ഹര ഹര ശങ്കര എന്ന മന്ത്രം മുഴക്കി നമുക്കത് കൊടുക്കാം. ഹര ഹര ശങ്കര ജയ ജയ ശങ്കര. നന്ദി. പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിലും നിങ്ങളെല്ലാവരും ഈശ്വര സ്വരൂപികളാണ് എന്ന് കണ്ടുകൊണ്ട് നിങ്ങളുടെ പാദങ്ങളിലും മനസ്സാ നമസ്കരിക്കുന്നു. അതോടൊപ്പം എനിക്ക് ഈ പ്രഭാഷണത്തിനായിട്ട് ഞാനെപ്പോഴും പറയും, ഇത്രയും നേരം ഞാൻ എൻ്റെ വീട്ടുകാരെ പറ്റിയോ എൻ്റെ കുടുംബത്തിനെ പറ്റിയോ പിള്ളേരെ പറ്റിയോ ഒന്നും ഞാൻ ചിന്തിച്ചില്ല, ഭഗവാനെ പറ്റി മാത്രമാണ് ചിന്തിച്ചത്. അതിനായിട്ട് എനിക്കൊരവസരം തന്ന ഏറ്റവും പ്രിയപ്പെട്ട അനുജനും അനുജത്തിയും ശ്യാംജി, അതുപോലെ ശ്രുതി, അതുപോലെ ഇവിടുത്തെ എല്ലാ കുട്ടികളും, എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ ഈ ആദിശങ്കര വിഗ്രഹം ഈ ഒരു പ്രചരണത്തിൽ ഭാഗഭാക്കാക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം ആദിശങ്കര ഭഗവാന്റെ കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മതിയാകാത്ത ഒരാളാണ് ഞാൻ. ചിന്തിച്ചാലും പറഞ്ഞാലും സ്തോത്രങ്ങൾ കേട്ടാലും ഒക്കെ മതി വരാത്ത ഒരാളാണ്. അപ്പം നിങ്ങളിന്ന് ഗംഗാ ആരതി ചൊല്ലി. ആദിശങ്കര ഭഗവത് പാദർ ഗംഗാസ്തോത്രം, ഗംഗാ ആരതിയൊക്കെ എത്രമാത്രം എഴുതിയിട്ടുണ്ട്. 2 തരത്തിലുള്ള ആരതിയുണ്ട്. ഒന്ന് നമ്മൾ ഹിമാലയത്തിലൊക്കെ ഈ ആശ്രമങ്ങളിൽ ചൊല്ലുന്നത്, അല്ലാത്തതുമൊക്കെ. അപ്പോൾ അദ്ദേഹം സ്തുതിക്കാത്ത നദികളും ഒന്നുമില്ല, യമുനാ സ്തോത്രമൊക്കെ. അപ്പോൾ ആ ആദിശങ്കര ഭഗവത് പാദരുടെ ആ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. സാന്ദീപനി സാധനാലയത്തിനോടൊപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വന്ദേ മാതരം. നമ്മുടെ സത്സംഗം വളരെ ഭംഗിയായി പര്യവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ യുക്തിചിന്തകൾക്കപ്പുറത്ത്, നമ്മുടെ ബുദ്ധിക്കപ്പുറത്തുള്ള അന്തർജ്ഞാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുഭവങ്ങൾ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഗുരു എന്നുള്ള ഒരു സങ്കല്പത്തെ ആധാരമാക്കി ചേച്ചി നമുക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നോ എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കണത്, നമ്മളൊക്കെ ട്യൂഷന് പോകാറുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ അധ്യാപകൻ പറയാറുണ്ട്, ഉള്ളിൽ തന്നെ ഉണ്ട് ഒരു ട്യൂഷൻ മാഷ്, ആ മാഷിനെ വിളിച്ചാൽ മതി, ഇനി ട്യൂഷന് വരേണ്ടതില്ല. ആ മാഷിനൊരു പേരുണ്ട്, ഇൻട്യൂഷൻ എന്നാണ് അത്രേ പറയുക. അന്തർജ്ഞാനം, ആത്മജ്ഞാനം എന്നൊക്കെ നമുക്ക് വിവക്ഷിക്കാം. അതാണ് യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ മഹിമ എന്ന് പറയുന്നത്. അത് ഇത്രയും ഭംഗിയായി വളരെ ലളിതമായി അനാവരണം ചെയ്ത ചേച്ചിക്ക് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇവിടെ ചേച്ചിയുടെ ഒരു ദക്ഷിണ സമർപ്പണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സാന്ദീപനി സാധനാലയം വൈദിക വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് ഈ സത്സംഗത്തിന് എത്തിച്ചേർന്ന ചേച്ചിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം
ഇവിടെ ദക്ഷിണാസമർപ്പണം. അതിനുവേണ്ടി സാന്ദീപനി സാധനാലയം വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധേയമായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, സാന്ദീപനി സാധനാലയത്തിൻ്റെ ഗൃഹേ ഗൃഹേ ആചാര്യ ദർശനം എന്ന പദ്ധതിയുടെ ഭാഗമായി ചേച്ചിയും അതിൻ്റെ സാരഥ്യം സ്വയം ഏറ്റെടുത്ത് അത് പ്രചരിപ്പിക്കുന്നുണ്ട്. മധ്യപ്രദേശിൽ ശങ്കരാവതരണത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ ഒരു ആശയത്തെ പറ്റി ശ്യാംജി സരിത ചേച്ചിയുമായിട്ട് ഒന്ന് സംഭാഷണം നടത്തുന്നത്. അന്ന് മനസ്സിൽ കയറിയ ആ ഒരു ആശയം ശ്യാംജി പലരോടും പറയുകയുണ്ടായി, ഇങ്ങനൊരു ശങ്കര വിഗ്രഹത്തെ പറ്റി. പക്ഷെ അത് യാഥാർത്ഥ്യമാകാൻ ഒരുപാട് സമയമെടുത്തു. അത് ശങ്കരൻ്റെ നിശ്ചയമായിരിക്കാം എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ ഏപ്രിൽ മാസം ഇവിടെ ഒരു ഭാഗവത സപ്താഹം നടക്കുകയുണ്ടായി. അപ്പോഴാണ് ആദ്യമായിട്ട് ഇവിടെ നിൽക്കുന്ന നമ്മുടെ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ കാണാനായിട്ട് സാധിച്ചത്. അദ്ദേഹം ശ്രീകൃഷ്ണ വിഗ്രഹത്തെ നമുക്ക് സപ്താഹത്തിന് എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. അന്നാണ് പരിചയപ്പെട്ടത്. അന്ന് ഒരു കൊച്ചു കൃഷ്ണ വിഗ്രഹം സമ്മാനിച്ചു. അപ്പോൾ ശ്യാംജി ഒരുപാട് പേരോട് ഈ വിഗ്രഹത്തിൻ്റെ ആശയം പറയുന്നുണ്ട്, ശങ്കര വിഗ്രഹം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി. പക്ഷേ അദ്ദേഹത്തോട് സംഭാഷണം ചെയ്തപ്പോഴാണ്, അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് അദ്ദേഹം ഞാൻ നോക്കട്ടെ ശ്രമിക്കാമെന്ന് പറഞ്ഞ് സപ്താഹം കഴിയുന്നതിന് മുൻപ് തന്നെ ശങ്കരൻ്റെ ഒരു മോൾഡ് ഉണ്ടാക്കി അന്ന് ഭാഗവതാചാര്യൻ മണ്ണുകൊണ്ട് ശങ്കരൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കി അന്ന് തന്നെ ഉദി ചൈതന്യജിയിൽ നിന്നും നമ്മുടെ സനാതനധർമ്മ പാഠശാലയുടെ സാരഥിയായിട്ടുള്ള രാജേഷ് നാദാപുരം അവർകൾ അത് ഏറ്റുവാങ്ങുന്നത് എന്നുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് ധാരാളം വിഗ്രഹങ്ങൾ, ഇപ്പോൾ 3000-ഓളം വിഗ്രഹങ്ങൾ നമ്മൾ വിവിധ വീടുകളിൽ എത്തിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ വളരെ ഭംഗിയായിട്ടുള്ളൊരു ശങ്കരനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു കുട്ടിത്വമൊക്കെ മുഖത്ത് തുളുമ്പുന്ന, ശരിക്കും നമ്മുടെ സരിത ചേച്ചിയെ ആകർഷിച്ച ഏറ്റവും വലിയ ഘടകം, ശങ്കരൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ ചേച്ചി ഏറ്റവും ആകർഷമാക്കിയത് ആ ശൈശവഭാവം, മുഖത്ത് ആ നിഷ്കളങ്കതയുള്ള ഒരു കുട്ടിത്വമുള്ള ഒരു ശങ്കരനെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ചേച്ചിയുടെ കാറിൽ എപ്പോഴും ഈ ശങ്കര ഭക്തർക്ക് വിതരണം ചെയ്യുവാൻ വേണ്ടി സജ്ജമായ വിഗ്രഹങ്ങൾ എപ്പോഴും കാറിൽ വെച്ചാണ് ചേച്ചി യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അതുതന്നെയാണ് സാന്ദീപനി സാധനാലയത്തിൻ്റെ ഒരു അനുയാത്രിക കൂടിയാണ് ചേച്ചി, ഇത് പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ചേച്ചിയും ചന്ദ്രശേഖരൻ അവർകളെയും സാന്ദീപനി സാധനാലയത്തെയും ഒക്കെ ബന്ധപ്പെടുത്തുന്നത് സാക്ഷാൽ ജഗത് ഗുരു, ഇപ്പോൾ ഗുരുമഹിമയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞല്ലേ, ജഗത്തിൻ്റെ തന്നെ ഗുരുവായ ആദി ശങ്കരാചാര്യരാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി പ്രൊഫസർ സരിത അയ്യർ ചന്ദ്രശേഖരൻ അവർകളെ, മുടപ്പുലൂർ സ്വദേശിയാണ് അദ്ദേഹം, ശങ്കര വിഗ്രഹങ്ങൾ നമുക്ക് നിർമ്മിച്ചു തരുന്ന ഒരു വലിയ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് ഹരഹര ശങ്കര എന്നുള്ള മന്ത്രം മുഴക്കിക്കൊണ്ട് ഒരു ഷാളണിയിക്കാം. ചേച്ചിയാണ് ഈ ഭവ്യമായ കർത്തവ്യം നിർവഹിക്കുന്നത്. ഹര ഹര ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര. സാന്ദീപനി സാധനാലയത്തിൻ്റെ മറ്റൊരു പദ്ധതിയാണ്, ഒരു പ്രൊജക്റ്റാണ് മുത്തശ്ശൻ വീട് എന്നുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ തറക്കല്ലിടൽ കർമ്മത്തിന് ഇവിടെ എത്തിയത് വെസ്റ്റ് ബംഗാൾ ഗവർണറായ ശ്രീ ആനന്ദ് ബോസ് അവർകളാണ്. അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത്, ഇപ്പോൾ നേരത്തെ ചേച്ചി ഈ സംഭാഷണത്തിൽ പറയുകയുണ്ടായി, ചേച്ചിയുടെ ഒരു ഗുരു സാന്നിധ്യം തന്നെയാണ് അദ്ദേഹം. ചേച്ചിയെ പല ആധ്യാത്മിക മേഖലകളിലേക്കും കണക്ട് ചെയ്യാൻ അദ്ദേഹം ഒരു ഗുരു സാന്നിധ്യം വഹിച്ചിട്ടുണ്ട് എന്ന്. അദ്ദേഹത്തെ എവിടേക്ക് നിയോഗിച്ചത് ചേച്ചിയാണ്. അതിൽ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. ചേച്ചിയുമായിട്ടുള്ള ഈ ആധ്യാത്മിക യാത്രയിൽ ഞങ്ങൾക്കും പങ്കാളികളാവാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. ഈ സത്സംഗത്തിൻ്റെ ഔപചാരികമായ നന്ദി പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. സാധനാ മാതൃസമിതി അംഗമായ ശ്രീമതി ലതിക രാജേഷിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അമ്പലത്തിലെ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഭാഗമായി 2ാമത്തെ ദിനമായി ഇന്ന്
ഇവിടെ പ്രഭാഷണം നടത്താൻ വന്നത് പ്രൊഫസർ സരിത അയ്യർ അവർകളാണ്. ഒരു ഗുരുസങ്കല്പം എന്നത് എങ്ങനെയെന്നുള്ളത് എല്ലാവരുടെ മനസ്സിലും വളരെ ലളിതമായി എത്തിച്ചു. സങ്കടം വരെയാണ് എനിക്ക്. അവരുടെ 1-2 അനുഭവങ്ങൾ പറഞ്ഞത് നല്ലോണം എനിക്ക് മനസ്സിൽ കൊണ്ടു. അപ്പോൾ അതുപോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഇതുപോലെയല്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്കും എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.